പ്രൈസ് ദി ലോർഡ്. മാറിയ സനസിന് വേഗവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനം. എൻ്റെ ഭാവനയുടെ പേര് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. അവറാച്ചൻ അന്ന് വൈകിയാണ് ഉണർന്നത്. കണ്ണു തുറന്നപ്പോഴാണ് അറിയുന്നത് നേരെ നന്നാ വെളുത്തു എന്ന്. പോരാഞ്ഞ് അന്നൊരു ഞായറാഴ്ചയായിരുന്നു. പെട്ടെന്ന് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നേരം വളരെ ആയിരുന്നു. എൻ്റെ ദൈവമേ, എന്തെല്ലാം ജോലികൾ തീർത്താൽ പള്ളിയിൽ എത്താൻ പറ്റൂ. എല്ലാം ഓർത്തപ്പോൾ ആകെ ഒരു പരിഭ്രമം. പശുവിനെ കറക്കണം, സൊസൈറ്റിയിൽ പാൽ കൊണ്ടു കൊടുക്കണം, മടങ്ങി വന്നിട്ട് കിടാങ്ങൾക്ക് തീറ്റ കൊടുക്കണം, എന്നിട്ട് വേണം പള്ളിയിൽ പോകാൻ. താൻ ഓടിച്ചെന്ന് പാത്രമെടുത്ത് പശുവിനെ കറക്കാൻ പോയപ്പോൾ അന്നാമ്മയുടെ വക ഒരു ഉപദേശം. വയസ്സാം കാലത്ത് പശുവിനെ വളർത്തേണ്ട ആവശ്യമുണ്ടോ? അത് കേൾക്കാതെ അവറാച്ചൻ അയയിൽ നിന്ന് ബനിയൻ എടുത്തിട്ടുണ്ട് സൊസൈറ്റിയിലേക്ക് ഓട്ടമായി. ഓട്ടത്തിനിടയിലും തൻ്റെ മനസ്സ് താൻ ചെയ്തു തീർക്കേണ്ട ജോലിയെക്കുറിച്ചും പള്ളിയിൽ പോകേണ്ടതിനെ കുറിച്ചും ഉള്ള ചിന്തയിലായിരുന്നു. അപ്പോഴാണ് തനിക്ക് പരിചയമുള്ള ഒരാൾ എതിരെ വരുന്നത് കണ്ടു. പരിചയക്കാരൻ തന്നെ നോക്കി ചിരിച്ചു കടന്നുപോയി. തൊട്ടു പിറകെ സൈക്കിൾ മീൻ കച്ചവടക്കാരനും വന്നു. അയാൾ തന്നെ നോക്കി ചിരിച്ചു. കുറെ ദൂരം ചെന്നപ്പോൾ കുറെ പേർ കൂടി നിന്ന് അവറാച്ചനെ നോക്കി ചിരിക്കുകയും എന്തൊക്കെ കമൻറ്റുകൾ പറയുകയും ചെയ്തു. കമൻറ്റുകൾ കേട്ടപ്പോൾ അവറാച്ചൻ ഒരു സംശയം. ഇന്ന് ഏപ്രിൽ ഫുൾ വല്ലതുമാണോ? ഓ അല്ല, സ്വയം ചിന്തിച്ചു. താൻ പാലും കൊണ്ട് ചെന്ന കടയിൽ കുറെ ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു, അവറാച്ചായ, ഇതെന്തു പറ്റി? പുതിയ ഫാഷൻ വല്ലതുമാണോ? അത് ന്യൂജൻ അവറാച്ചനാകാൻ തീരുമാനിച്ചോ? അവറാച്ചൻ്റെ മറുപടി, പ്രായമുള്ളവരെ കാണുമ്പോൾ നിങ്ങൾക്കെന്താ ഇത്ര പ്രശ്നം? പണ്ട് കാലത്ത് പ്രായമുള്ളവരെ കണ്ടാൽ വലിയ ബഹുമാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലമൊക്കെ മാറി. അല്ല അവറാച്ചയ, ഇട്ടിരിക്കുന്ന ടീഷർട്ട് എവിടെ നിന്ന് കിട്ടി? അപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. താൻ ഇട്ടിരിക്കുന്നത് അന്നമ്മ ചട്ടയുടെ ചട്ടയാണെന്ന് ഉടൻ തന്നെ ചട്ട ഊരി തോളത്തിട്ടുകൊണ്ട് വീട്ടിലേക്ക് പാഞ്ഞു. വീട്ടിൽ ചെന്ന് അവറാച്ചൻ കുളിച്ച് റെഡിയായി ചർച്ചിലേക്ക് പോയി. ചർച്ചിലേക്ക് പോകുന്ന വഴിക്കല്ല തനിക്ക് പറ്റിയ അമ്മളിയെ പറ്റിയായിരുന്നു ചിന്ത. പള്ളിയിലെത്തിയപ്പോഴേക്കും ആരാധന അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമായി. അപ്പോൾ സോഷാമ്മച്ചിയുടെ പ്രാർത്ഥന ശബ്ദം കേൾക്കാമായിരുന്നു. എല്ലാവരും കണ്ണടച്ചിരിക്കുക എന്നതുകൊണ്ട് ആരും അറിയാതെ തൻ്റെ ഒഴിഞ്ഞു കൊടുക്കുന്ന കസേരയെ താൻ ചെന്നിരുന്നു. സോഷാമ്മച്ചി പ്രാർത്ഥനയിൽ മുഴുകി. സ്തോത്രം സ്തോത്രം, ഹാലലിയ, കൂട്ടിവെറ്റിനായ സ്തോത്രം. ഞങ്ങളുടെ സഹോദരങ്ങളും മക്കൾക്കും ഗൾഫിലും ഓസ്ട്രേലിയ, അയർലൻഡ്, USA ഒക്കെ ആയിരിക്കുന്നതിനായ സ്തോത്രം. എല്ലാവരും അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. അടുത്ത ആഴ്ച കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, കടന്നു വരുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായ സ്തോത്രം. പാസ്റ്ററിന് കുടുംബത്തിനായ സ്തോത്രം ചെയ്യുന്നു. ഈ ഏഴ പനിയാൽ ഭാരപ്പെടുന്നു. പ്രിയപ്പെട്ടവൻ കല്യാണത്തിന് കടന്നു പോയിരിക്കുന്നു. സന്തോഷത്തോടെ മടക്കി വരുത്തുന്നെന്ന് അങ്ങനെ സോഷാമ്മയുടെ പ്രാർത്ഥന നിലനിന്നു. പാസ്റ്റർ അന്യഭാഷയിൽ സ്തോത്രം പറഞ്ഞു തുടങ്ങി. പിന്നെ നീട്ടി ഹല്ലേലൂയ പറഞ്ഞു. കുറച്ചു നേരം മൗനമായി ഇരുന്നു നോക്കി. എന്നിട്ട് പ്രാർത്ഥന നിർത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അങ്ങനെ കേരളം മുതൽ അമേരിക്ക വരെ ഉള്ള വിഷയങ്ങളുടെ കടന്നു പോയിട്ട് അരമണിക്കൂർ കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഭാഗ്യത്തിന് സോഷാമ്മച്ചി പത്രം വായിക്കാഞ്ഞത് കൊണ്ട് അതിലുള്ള ഗവേഷണങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. തുടർന്ന് സെക്രട്ടറി പ്രാർത്ഥിച്ച് തുടങ്ങിയതും ആമേൻ പറഞ്ഞത് ഒരുമിച്ചായിരുന്നു. അവറാച്ചനും അന്നമ്മ ചേട്ടത്തിയും പുറകിൽ കസേരയിൽ സ്ഥലം പിടിച്ചു. ആരാധന പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് ആഹ്വാനം കേട്ട് മാത്രമേ സോഷാമ്മച്ചി ഒരു പാട്ടെടുത്ത് തുടങ്ങി. എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എന്നാൽ ആ പാട്ട് ആർക്കും അറിയത്തില്ലായിരുന്നത് കൊണ്ട് അനുപല്ലവിയായപ്പോൾ പാസ്റ്റർ കൗശലത്തോടെ വേറൊരു പാട്ടിലേക്ക് മാറ്റിപ്പിടിച്ചു.
തുടർന്ന് സങ്കീർത്തന വായന സാക്ഷ്യം. അവസാനമായി പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. പ്രസംഗ വിഷയം എഫെസ്യർ 5:15-16. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തി ഉപയോഗിച്ചും കൊള്ളുവിൻ. ആരാധനയ്ക്ക് ശേഷം അവറാച്ചൻ ഒരു തീരുമാനമെടുത്തു. മേലിൽ സമയം തക്കത്തി ഉപയോഗിക്കുക. ഇതിൻ്റെ ഗുണപാഠം: ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്, ആരോഗ്യം, സമയം ഇതെല്ലാം ദൈവനാമത്തിനായി നമുക്ക് ഉപയോഗിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.